ഹലോ, ഞങ്ങൾ ഈ കുടുകുടു വണ്ടിയിൽ എങ്ങോട്ടാ പാഞ്ഞു പോകുന്നതെന്നല്ലേ? ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നതാണ്. അതായത് ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്തതാണെന്ന് സാരം. ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ന്യൂ ഇയർ പാർട്ടിക്കായിട്ട് പോയത് ട്രിവാൻഡ്രം ശ്രീമൂലം ക്ലബ്ബിലോട്ടാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ന്യൂ ഇയർ പാർട്ടിയാണ് ഞാൻ. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാറില്ല, താല്പര്യവുമില്ല. ഇത് ലാസ്റ്റ് മിനിറ്റ് ഞാൻ ചാടത്തുള്ളി ഇറങ്ങിയതാണ്. അങ്ങനെ പുറത്തെ വൈബൊക്കെ കണ്ട് അകത്തേക്ക് എൻ്റർ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ സിംഗർ ശ്രീനിവാസൻ സാറിൻ്റെ നല്ല അടിപൊളി പാട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ കുറേ നേരം അവിടെ എൻജോയ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ഉള്ളിൽ നിന്നൊരു വിളി വന്നു, വിശപ്പിൻ്റെ വിളി. നല്ല അടിപൊളി ഡിന്നർ ബഫറ്റായിരുന്നു അവരവിടെ അറേഞ്ച് ചെയ്തിരുന്ന ന്യൂ ഇയർ സ്പെഷ്യലായിട്ട്. പ്ലേറ്റ് എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ പ്ലേറ്റിലേക്ക് ഫുഡ് ഇങ്ങനെ അറഞ്ചം പുറഞ്ചം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതുപോലും ആ ചേട്ടന്മാർ കേട്ടിട്ടില്ല. ഫുഡ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ അവർ ആ ഒരു സെക്ഷനിൽ ഫുൾ ഫുഡും എൻ്റെ പ്ലേറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളീ കാണുന്ന ഇത്രയും ഫുഡ് പോലും എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഒരു സൈഡിൽ വെജ്, നോൺ വെജ്, പിന്നെ പുട്ടിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സായിട്ട് സൂപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. ഇരിക്കാൻ സീറ്റ് കിട്ടിയത് തന്നെ പുണ്യമായിരുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ വരുന്നവർക്ക് സീറ്റ് കിട്ടുന്നുമില്ലായിരുന്നു. ഡെസേർട്ട്സിൽ ഞങ്ങൾ എടുത്തത് ഐസ്ക്രീമും ഗുലാബ് ജാമുനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഒരു 1.5 മണിക്കൂർ അടുപ്പിച്ച് ഞങ്ങൾ അവിടെ പുറത്ത് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ കുറച്ച് സമയം കളഞ്ഞു. അതാണ് സത്യം. പിന്നെ ഞങ്ങളുടെ ഈ കൊച്ചു കുരിപ്പുണ്ടല്ലോ, അവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും ബഹളമായിരുന്നു. പിന്നെ അതേ അവിടെ ഒരു മോളെ കണ്ടു, അവർ ഫ്രണ്ട്സായി. ആ ചേച്ചിയുടെ കൂടെ ഭയങ്കര കളിയായിരുന്നു ആൾ. പിന്നെ മോളെയും കൊണ്ടുപോയതുകൊണ്ട് 12 മണി വരെ നിൽക്കാന്നുള്ള മോഹമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. 12 മണിക്ക് മുന്നേ ഞങ്ങൾക്ക് വീട്ടിൽ കയറേണ്ടി വന്നു. അവൾ ഉറക്കം വന്ന് ചെറിയ കരച്ചിലും നിർബന്ധമൊക്കെയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.